ആനിയമ്മയുടെ ചിരി. എഴുതിയത് ടി.വി. ത്രേസ്യാമ്മ. നാളെ വിവാഹിതരാകുന്നു. പത്രത്തിലെ ഫോട്ടോയിൽ ആനിയമ്മയുടെ കണ്ണുകൾ ഉടക്കി. തന്റെ വല്യാങ്ങളയുടെ മകൻ രാജുവും ഭാര്യ ആകാൻ പോകുന്ന റാണിയും. യോജിക്കുന്ന പേരുകൾ, ചേർച്ചയുള്ള മുഖങ്ങൾ. ആങ്ങളയും പെങ്ങളുമാണെന്നേ ഒറ്റനോട്ടത്തിൽ തോന്നൂ. പെങ്ങൾ ഓർത്തപ്പോൾ ചിരി വന്നു. രാജുവിന്റെ അപ്പച്ചന്റെ പെങ്ങളാണ് താൻ. നാളെയാണ് വിവാഹം. എന്നിട്ടും പെങ്ങളായ താൻ ഇതുവരെ പോയില്ലല്ലോ എന്ന് ആനിയമ്മ ഖിന്നതയോടെ ഓർത്തു. ഒരാഴ്ച മുമ്പേ ചെല്ലണമെന്ന് വല്യാങ്ങളെ വിളിച്ചിട്ട് പോയതാണ്. വിളിക്കുമ്പോൾ ഔചിത്യം വേണമല്ലോ. പക്ഷേ ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും നേരത്തെ പോകാൻ സാധിക്കാത്തതിൽ ഹൃദയം അസ്വസ്ഥമായി. എന്തുകൊണ്ടാണ് പോകാതിരുന്നത്? അല്ലെങ്കിൽ എന്തിനു പോകണം? ഇപ്പോൾ താനും വിധവയ്ക്ക് തുല്യയല്ലേ. ഒറ്റയ്ക്ക് കയറി ചെല്ലുന്നത് അവർക്ക് ദുശ്ശകുനമായാലോ? തന്നെ കാണുമ്പോൾ സ്നേഹമുണ്ടെന്ന് ഭാവിക്കുന്നവരുടെയൊക്കെ നെറ്റി ചുളിയുകയില്ലേ? മനസ്സിൽ സംശയങ്ങൾ കെട്ടുപിണഞ്ഞ് കുരുക്കൾ വീണു. അവ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കി. മുന്നിൽ ബന്ധിക്കപ്പെട്ടു കിടക്കുന്ന വഴികൾ. വഴിയറിയാതെ ആനിയമ്മ അശാന്തിയോടെ ഉഴറി. ചാരം മൂടിക്കിടന്ന ഒരു തീക്കനൽ നെഞ്ചിനുള്ളിൽ ജ്വലിക്കുവാൻ തുടങ്ങി. ഉച്ചരിക്കപ്പെടാത്ത വ്യഥകളുടെയും ആത്മഗതങ്ങളുടെയും കലവറയായിരുന്നല്ലോ തന്റെ ഹൃദയം. പക്ഷേ താൻ ഒറ്റയ്ക്കായിരുന്നില്ലല്ലോ. അനുഭവങ്ങൾ അങ്ങനെ ആക്കിയതല്ലേ. പഞ്ചപാണ്ഡവന്മാരെ പോലെയുള്ള 5 ആങ്ങളമാരും കൂടി യോജിച്ച് തനിക്കൊരു ഭർത്താവിനെ ഉണ്ടാക്കി തന്നതാണല്ലോ. അവരുടെ എത്ര നാളത്തെ പരിശ്രമഫലമായിട്ടാണ് വിരൂപയായ താൻ ഭാര്യയായി തീർന്നത്. എന്നിട്ടിപ്പോൾ ആ ഭർത്താവില്ല. മരിച്ചിട്ടില്ലെന്ന് വ്യക്തമാണ്. പിന്നെ എവിടെ? എന്തു സംഭവിച്ചു? എവിടെ പോയി രക്ഷപ്പെട്ടു? ആരിൽ നിന്നും? നിന്നിൽ നിന്നും. അല്ലാതാരിൽ നിന്നാകാൻ? നീ അവനെ ഓടിച്ചു. ആങ്ങളമാർ ശക്തിയുക്തം വിധിച്ചു. നിനക്ക് ഞങ്ങൾ സുന്ദരനായ ഒരു ഭർത്താവിനെ നേടിത്തന്നു. നീ അവനെ സ്നേഹിച്ചില്ല, അനുസരിച്ചില്ല. ധിക്കാരത്തിന്റെ ഫലം തന്നെത്താൻ അനുഭവിക്ക്. ആങ്ങളമാരുടെ 1000 മുനയുള്ള ഉളികൾക്ക് മുന്നിൽ ആനിയമ്മ ശിലയായി. ശിലയിൽ അസ്ഥാനങ്ങളിൽ ഉളിമുനകൾ തെറിച്ചു വീണു. എന്നിട്ട് ഒരു വികൃത ശില്പം അവർ മെനഞ്ഞെടുത്തു. അതാണ് ഇന്ന് താനെന്ന് ആനിയമ്മ ഞെട്ടലോടെ ഓർത്തു. അല്ലെങ്കിൽ എന്തിനവരെ കുറ്റം പറയുന്നു? അവർ അവരുടെ കടമ നിർവഹിച്ചു. നിധി കാക്കുന്ന ഭൂതം കണക്കെ ഭർത്താവിനെ കാക്കേണ്ടത് തന്റെ മാത്രം കടമയായിരുന്നല്ലോ. എവിടെയാണ് പാളിച്ചകൾ പറ്റിയത്? ജോസ്, എന്റെ ജോസ്, നിർണായകമായ ഈ വഴിത്തിരിവിൽ അതിക്രൂരമായ ഈ കൈവിടൽ അനിവാര്യമായിരുന്നോ? ഞാനും നമ്മുടെ പൊന്നുമോനും ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കണമെന്നത് വിധിയുടെ നിയോഗമായിരുന്നോ? ജോസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരുടെ ഒറ്റ പെങ്ങൾ, കുഞ്ഞി പെങ്ങൾ, ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിൽ കല്യാണത്തിരക്കിലെ ഓരോ തുടിപ്പിലും നിറഞ്ഞു നിന്നേനെ. പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ലല്ലോ ജോസ്. ആനിയമ്മയുടെ തപ്തമായ ഹൃദയം തേങ്ങി. കണ്ണിൽ കരിന്തിരി കത്തി. പത്രത്തിലെ ഫോട്ടോ ഇരുട്ടിൽ മറഞ്ഞു. ആനിയമ്മ ഇരുട്ടിലായി. പെട്ടെന്ന് ഒരു ദീപനാളം പോലെ ജോസ് തെളിഞ്ഞു വന്നു. സ്മൃതിയുടെ ചിതയിൽ തിരി കൊളുത്തി. വർഷങ്ങൾക്ക് മുമ്പ് ജോസ് തന്റെ കഴുത്തിൽ മിന്നു ചാർത്തിയ ആദ്യ ദിവസങ്ങളിൽ ജോസിന്റെ ബലിഷ്ഠങ്ങളായ കൈകളിൽ അമരുമ്പോൾ കാതുകളിൽ ആ മന്ത്രസ്വരം കേട്ടു. ആർദ്രമായ ഊഷ്മളമായ സ്വനതരംഗം. നിന്റെ കൊച്ചു പെണ്ണെ, നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ എന്താണ് ഇടയ്ക്ക് വെച്ച് നിർത്തിയത്? നിന്റെ പുന്നാര ആങ്ങളമാരുണ്ടല്ലോ, അവരെ ഞാൻ വെറുക്കുന്നു. എന്തേ ഇങ്ങനെ പറയുന്നത്? കാതരമായ ഹൃദയത്തോടെ ആനിയമ്മ ചോദിച്ചുപോയി. നീ പാവമാണ്. നിന്റെ ആങ്ങളമാരുടെ വക്രത നിനക്കില്ല. അവരെ ഞാൻ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. ഈ കച്ചവടത്തിൽ അവർക്ക് തന്നെയാണ് ലാഭം കിട്ടിയത്. കച്ചവടമോ? എന്നെ ഒരു കച്ചവടച്ചരക്കായിട്ടാണോ അങ്ങ് കാണുന്നത്? അത്രയ്ക്കുള്ള സ്ഥാനമേ എനിക്ക് ആ ഹൃദയത്തിലുള്ളൂ. ആനിയമ്മ തേങ്ങി. അല്ല എൻ്റെ പൊന്നെ. അയാൾ അവൾ ഇറുകെ പുണർന്നു. എന്നിട്ടും ഹൃദയം അസ്വസ്ഥമാകാൻ തുടങ്ങി. ഒരു പൊട്ടിത്തെറിയുടെ ആരംഭമാണോ ഇത്? ശാന്തമായൊരു കുടുംബജീവിതം തനിക്ക് പറഞ്ഞിട്ടില്ലേ? അർത്ഥമറിയാത്തൊരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ മാറോട് ചേർന്ന് വിതുമ്പാനേ അന്ന് കഴിഞ്ഞുള്ളൂ. ജോസിന്റെ വാക്കുകളുടെ പൊരുളറിയാൻ കാലമേറെ വേണ്ടി വന്നില്ല. അനുഭവങ്ങളുടെ കരിപുരണ്ട ഹൃദയവുമായി ഒറ്റയാനെ പോലെ ജോസ് ആങ്ങളമാരുടെ ശത്രുവായി. നിന്റെ ആങ്ങളമാർക്കുള്ളതുപോലെ പണവും ഉദ്യോഗവും ഇല്ലെങ്കിലും സംസ്കാരത്തിന് ഒരു കുറവും എനിക്കില്ല. ജോസിന്റെ അമർഷം വാക്കുകളായി
തന്റെ നേരെ ഉതിർന്നു വീണു. മകളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നതിന് പകരം നിന്റെ അപ്പൻ എന്താണ് ചെയ്തതെന്നോ? 5 പേർക്കും കൂടി നിന്നെ വീതം വെച്ചു. അവരെക്കൊണ്ട് തുച്ഛമായ സംഖ്യ മുടക്കിച്ച് വളരെ ബുദ്ധിപൂർവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ വിഡ്ഢിയായതുകൊണ്ടല്ല നിന്നെ സ്വീകരിച്ചത്, നിന്നോട് തോന്നിയ സ്നേഹം കൊണ്ടാണ്. എത്രയോ പേരുടെ മുന്നിൽ നിന്നെ അവർ ഒരുക്കി നിർത്തിയിട്ടുണ്ടാകും. ആദ്യ ദർശനത്തിൽ തന്നെ നീ സഹതാപം അർഹിക്കുന്നവളാണെന്ന് എനിക്ക് തോന്നി. ജോസിന്റെ വാക്കുകളുടെ പൊരുളറിയാൻ ശ്രമിക്കാതെ സ്നേഹത്തിന്റെയും കനിവിന്റെയും ആർദ്രതയിൽ, അതിന്റെ ഊഷ്മളതയിൽ ആനിയമ്മ സ്വയം മറന്നു. എങ്കിലും ഗതകാല അനുഭവങ്ങളിൽ അവരുടെ ഹൃദയം ആമഗ്നമായി. താൻ ജനിച്ചപ്പോഴേ അമ്മ മരിച്ചത് താൻ ഒരു അസുരവിത്ത് ആയതുകൊണ്ടാണെന്ന് ആങ്ങളമാർ പിന്നീട് പറയുമായിരുന്നു. എന്നിട്ടും അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അസുരവിത്ത് അനിവാര്യ ഘടകമായിരുന്നു. അമ്മ ഇല്ലാതിരുന്നതുകൊണ്ട് ചെറുപ്പത്തിലേ തന്നെ അമ്മയുടെ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നു. ബാല്യ കൗമാരങ്ങളുടെ തരളഭാവം നഷ്ടമായ തനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം പോലും നേടാൻ കഴിഞ്ഞില്ല. അവസാനം ആസൂത്രിതമായി അവർ ലാഭക്കച്ചവടം നടത്തി സംതൃപ്തരായി. സ്വന്തമായ അഭിപ്രായമില്ലാതിരുന്ന അപ്പച്ചൻ നിസ്സഹായനായി നിന്നു. പക്ഷേ ജോസ്, ഈ മരീചിക എന്നെ ഏൽപ്പിച്ചിട്ട് എന്നിൽ നിന്നും ഓടിയകുന്നത് എന്തിനാണ്? ജോസിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചതല്ലാതെ മറ്റൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഒരു ദിവസം ഇവിടുന്ന് സ്ഥലം വിടും. നിന്റെ ആങ്ങളമാരെ വെല്ലുന്ന സ്വത്തുമായി തിരിച്ചു വരും. ഒരിക്കൽ കളിയായി ജോസ് പറഞ്ഞെങ്കിലും അത് പ്രാവർത്തികമാക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു ദിവസം ജോസ് എങ്ങോ പോയി മറഞ്ഞു. അതോടെ ആങ്ങളമാരുടെ ആവനാഴിയിൽ ശരങ്ങളുടെ എണ്ണം ഏറിയേറി വന്നു. അവ ഒന്നൊന്നായി തന്റെ മേൽ വർഷിച്ചു. അവർ തീർത്ത ശരശയ്യയിൽ കിടക്കേണ്ടി വന്നപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നെങ്കിലും ഒരു പുനർജീവനി മന്ത്രവും മോദി ജോസ് വരും. ഒരു പുതിയ വസന്തത്തിന്റെ ആഗമനത്തിനായി പ്രതീക്ഷയുടെ സ്പന്ദനവും പേറി താൻ എന്നും കാത്തിരിക്കുമെന്ന് ആനിയമ്മ നിശ്ചയിച്ചുറച്ചു. പത്രത്തിലെ ഫോട്ടോകൾ വീണ്ടും കൺമുന്നിൽ തെളിഞ്ഞു വന്നു. തന്റെ ആങ്ങളയുടെ മോൻ, താൻ എടുത്തു വളർത്തിയ മോൻ. അവന്റെ വിവാഹത്തിന് പോകണം. ഭർത്താവില്ലാതെ ചെല്ലുന്നത് അശുഭമാണെങ്കിൽ ആകട്ടെ. വേഗത്തിൽ ഒരുങ്ങി മോനുമായി പുറപ്പെട്ടു. വിവാഹ വീട്ടിലെ തിരക്കിൽ ഒറ്റപ്പെട്ടു. അപ്പച്ചന്റെയും ആങ്ങളമാരുടെയും മുന്നിൽ അന്യരായപ്പോൾ ഹൃദയത്തിൽ 1000 കടന്നിലുകൾ കുത്തി. മൗനത്തിന്റെ വാൽമീകത്തിൽ വാക്കുകൾ നഷ്ടപ്പെട്ടവളായി. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. കിട്ടാത്ത സ്നേഹവാത്സല്യങ്ങൾക്കായി മനസ്സ് തപിച്ചു. പക്ഷേ തനിക്കാണല്ലോ ഇപ്പോൾ അമ്മയുടെ സ്ഥാനം. അത് കളഞ്ഞുകൂടാ. ശുഷ്കാന്തിയോടെ കല്യാണ വീടിന്റെ ഓരോ കണികയിലും ആനിയമ്മ സ്വയം നിറഞ്ഞു നിന്നു. നേരം പുലർന്നു. ചെറുക്കനും മറ്റെല്ലാവരും പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങി. തന്റെ രാജുമോന് ഒരു സമ്മാനം കൊടുക്കാൻ തന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്നോർത്തപ്പോൾ ഹൃദയം തകരുന്നത് പോലെ തോന്നി. എങ്കിലും അവൻ തനിക്ക് സമ്മാനമായി തന്ന പുതിയ സാരി ഉടുത്തു. മോനെ പുതിയ നിക്കറും ഉടുപ്പും ഇടിച്ചു. ആനിയമ്മ ഇവിടെ നിന്നോളൂ. ഇവിടെ ഒരു മേൽനോട്ടത്തിനാ. അപ്പച്ചന്റെ വാക്കുകൾ അവളെ ശിലയാക്കി മാറ്റി. തന്റെ സാന്നിധ്യത്തിൽ മംഗളകർമ്മം അമംഗളമാകാതിരിക്കാനുള്ള ഉപായം. ബുദ്ധിപൂർവം എടുത്ത തീരുമാനം. പുതിയ സാരി മാറി പഴയതെടുത്തുടുത്തു. മുറ്റത്ത് കാറുകളുടെ ബഹളം. ക്ഷണിക്കപ്പെട്ടവരെല്ലാം എത്തിക്കഴിഞ്ഞു. ക്യാമറകൾ മിന്നിത്തെളിഞ്ഞു. ചെറുക്കൻ എല്ലാവർക്കും സ്തുതി പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു മാരുതിക്കാർ ഇരമ്പിപ്പാഞ്ഞു വന്നു നിന്നു. കാറിൽ നിന്നും പരിഷ്കൃത വേഷധാരിയായ ഒരാൾ എല്ലാവരിലും അപരിചിതത്വം സൃഷ്ടിച്ചുകൊണ്ട് ഇറങ്ങി. ആനിയമ്മയുടെ കണ്ണുകൾ തിരക്കിനിടയിലൂടെ ആ ആളിലുടക്കി. ഒരു നിമിഷം ഹൃദയത്തുടിപ്പുകളുടെ ആവേഗത്തിൽ കാലുകൾ യാന്ത്രികമായി മുന്നോട്ട് കുതിച്ചു. ജനക്കൂട്ടത്തെ ഭേദിച്ച് നീണ്ടുവന്ന ബലിഷ്ഠങ്ങളായ കൈകളിൽ അമർന്നപ്പോൾ തീരത്തെ ആഞ്ഞു പുലുകുന്ന തിരമാലയായി അവൾ മാറി. സായുജ്യത്തിന്റെ വേലിയേറ്റത്തിൽ ആനിയമ്മ ഉറക്കെ ചിരിച്ചു. ആ ചിരിയുടെ പ്രതിധ്വനി കല്യാണ വീടിനെ പ്രകമ്പനം കൊള്ളിച്ചു.